ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സൈബർ അറ്റാക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സൈബർ അറ്റാക്സ് നമ്മളെ സെക്ഷൻ എഫിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ വിൻഡോയിലും ക്വസ്റ്റ്യൻസ് നോർമലി സെക്ഷൻ എഫിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പം റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൽ എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ സൈബർ അറ്റാക്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. കുറച്ച് ടൈപ്സ് ഉണ്ട്, പല രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യാം. അത് ഏതൊക്കെയാണ്, ഇതിന്റെ ഡിഫൻസസ്, ഇതിനെ നമുക്ക് എങ്ങനെ സേഫ് ആക്കാം, അല്ലെങ്കിൽ ഇതിനെതിരെ എങ്ങനെ ഒപ്പോസിറ്റ് നമുക്ക് ചെയ്യാം, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സെക്ഷനിലല്ല, ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു. ഒറ്റയടിക്ക് ഒറ്റ വീഡിയോയിലല്ല, പല വീഡിയോസിലായിട്ട് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സൈബർ അറ്റാക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് സൈബർ അറ്റാക്സ്. പക്ഷേ നമുക്കൊന്നും കൂടി ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത് ആ ഒരു രീതിക്ക് ബേസിക്സിൽ നിന്ന് തന്നെ സൈബർ അറ്റാക്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, സൈബർ അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് സൈബർ സെക്യൂരിറ്റി എന്തായിരിക്കും? സൈബർ സെക്യൂരിറ്റി എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റർനെറ്റ് കണക്റ്റഡ് സിസ്റ്റം. നമ്മളെ ഇന്റർനെറ്റ് കണക്ട് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റം ഇല്ലേ, ഡിവൈസസ് ആയിരിക്കും, ഡേറ്റാസ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മളെ സൈബർ ടേംസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ്, ഡിവൈസ്, നമ്മുടെ സൈബർ യുഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം, അറ്റാക്കിൽ നിന്നും. അപ്പം ഈ വരുന്ന അറ്റാക്കുകളില്ലേ, സൈബറിലേക്ക് വരുന്ന അറ്റാക്സ്, നമ്മൾ ഡേറ്റയിലേക്ക് ആയിക്കോട്ടെ, നമ്മളെ ഡിവൈസസിലേക്ക് ആയിക്കോട്ടെ, നമ്മളെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ വരുന്ന അറ്റാക്കുകളെയാണ് എന്ത് പറയുന്നത്? സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കണക്റ്റഡ് അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നമുക്ക് നോക്കാം. സൈബർ അറ്റാക്സ് എയിം ടു ആക്സസ്, ചേഞ്ച്, ഡിസ്ട്രോയ് ഡേറ്റ, ഡിസ്റപ്റ്റ് ഓപ്പറേഷൻസ് ഓർ എക്സ്പ്ലോട്ട് മണി. അവരത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഡേറ്റയിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ, ചേഞ്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ, അല്ലെങ്കിൽ നമ്മളെ ഓപ്പറേഷൻസിൽ തടസ്സം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഓരോ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? സൈബർ അറ്റാക്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സൈബർ അറ്റാക്സ് എന്താണെന്ന് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊക്കെ സോഴ്സസിലൂടെയാണ് നമുക്കൊരു സൈബർ അറ്റാക്സ് വരാൻ സാധ്യതയുള്ളത്? നമുക്ക് സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുള്ള വഴികൾ, നമുക്ക് എങ്ങനെയൊക്കെ സൈബർ അറ്റാക്ക് വരാം, ഓക്കെ, അല്ലെങ്കിൽ ആരൊക്കെ സൈബർ അറ്റാക്സ് നമുക്കെതിരെ ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് പറയുന്നത് ഹാക്കേഴ്സ്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള വേർഡാണ് ഹാക്കേഴ്സ്. ഹാക്കേഴ്സ് എന്താണ്? ഇവർ വെറുതെ ഒരു ഫണ്ണിനും അല്ലെങ്കിൽ ഒരു ചലഞ്ചിന് ബാക്കിയുള്ളവരുടെ സൈബർ സിസ്റ്റത്തിലേക്ക് അറ്റാക്ക് നടത്തുന്നവരെയാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പൈസയ്ക്കാവാം, ചിലപ്പോൾ ഫണ്ടിനാവും. അപ്പോൾ എന്തിനാണോ നമുക്ക് നോക്കാം. അറ്റാക്ക് ഫോർ ഫണ്ട്, ചലഞ്ച് ഓർ ന്യൂട്രീറ്റിയോ, നോ ഫൈനാൻഷ്യൽ മോട്ടീവ്. ചിലപ്പോൾ ഫൈനാൻഷ്യൽ മോട്ടീവ് ഒന്നും ഉണ്ടാവില്ല. ചിലർ ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിനാ കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഈ ഹാക്കേഴ്സിൻ്റെ ഒക്കെ കിക്ക് ഇതായിരിക്കും, ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മോട്ടീവിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ നോർമലി ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരെയും സൈബർ അറ്റാക്ക് ചെയ്യുന്ന എല്ലാവരെയും എന്താണ്? ഹാക്കേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയല്ല, ഈ ഒരു രീതിയിലുള്ളവരെയാണ് നമ്മൾ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പല ടൈപ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇനിയുള്ളത് ആരാണ്? ഹാക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹാക്കേഴ്സ് തന്നെയാണ്. പക്ഷേ ഇവർ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അതായത് ഒന്നുമില്ല, ഇവരിവിടെ ഹാക്ക് ചെയ്യുന്നത് ഇവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ഇവർ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടിയെ ഒപ്പോസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ മറ്റു പാർട്ടിയോട് വെറുപ്പുള്ളവരായിരിക്കും. അപ്പോൾ ആ പാർട്ടിയെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ സൈബർ യുഗത്തിൽ അല്ലെങ്കിൽ അവരുടെ സൈബർ ഡേറ്റയിലേക്ക് അറ്റാക്ക് നടത്താം. അതേപോലെ റിലീജിയസ്, വേറെ മതത്തിലുള്ളവരെ, വേറെ റിലീജിയസിലുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പറഞ്ഞു കേൾക്കാറില്ലേ, ഓരോരുത്തരെയും പേഴ്സണൽ ഇഷ്യൂസ് കാരണം സൈബർ അറ്റാക്ക് ചെയ്യുന്നു, പല കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ ഇതേപോലെ ഈ ഒരു മോട്ടീവ് വെച്ചിട്ട് ഹാക്ക് ചെയ്യുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നതാണ് ഹാക്ടിവിസ്റ്റ്. ഓക്കെ അല്ലേ? രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ആക്ടിവിസ്റ്റിന്റെയും ഹാക്കറിന്റെയും കോമ്പിനേഷൻ. ഓക്കെ അല്ലേ? ഇനി സൈബർ ക്രിമിനൽസ്, ഇവരാണ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ട് ഹാക്ക് ചെയ്യുന്നവർ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെന്നിട്ട് ഇവരുടെ കയ്യിൽ പൈസ കൊടുത്താൽ ഇവരെനിക്ക് എന്തും ചെയ്തു തരും. ഫേക്സ് ഇതുണ്ടാക്കി തരണോ, വെബ്സൈറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരാളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യണോ, കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഇവർക്ക് എന്താണ്? പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്. അവരൊരു ജോലി പോലെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അത് ഇല്ലീഗലാണ്, അൺഎത്തിക്കലാണ്. ഓക്കെ അല്ലേ? ഇനി എന്താ? എംപ്ലോയീസ്. നമ്മളെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മളെ ഡേറ്റാസ് ഹാക്ക് ചെയ്തൂടെ? ഇവർക്ക് ഇതിലേക്ക് നമ്മളെ ഡേറ്റയിലേക്ക് എന്തുണ്ട്? ആക്സസ് ഉണ്ടായിരിക്കും. ഇവർക്ക് ഈ സാധനം എടുത്തിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊടുത്തൂടെ? അതും നമുക്കൊരു ഹാക്കിംഗ് പോലെ കാണാം, അല്ലെങ്കിൽ നമുക്കൊരു സൈബർ അറ്റാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആരാ? കോമ്പറ്റീറ്റേഴ്സ്. നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് പണി തരാനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, പല രീതിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ആരാണ്? ഒരു സൈബർ അറ്റാക്കിന്റെ സോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫോറിൻ സ്റ്റേറ്റ്, ഇതായത് പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലം ടെക്നോളജിക്കലി ആണ്. അപ്പോൾ ഇവരെന്തും ഇപ്പം ചെയ്യുന്നുണ്ട്. നോർമലി ബാക്കിയുള്ള രാജ്യങ്ങളിലെ അവരുടെ പ്രൈവറ്റ് വെബ്സൈറ്റും അവരുടെ ഡോക്യുമെന്റ്സും വെച്ചേക്കുന്ന അതൊക്കെ ഹാക്ക് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. സോ അതേപോലെ
ഫോറിൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് അങ്ങനത്തെ കാര്യങ്ങൾ തമ്മിൽ ഹാക്ക് കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പൊ ഇത്രയും സോഴ്സസിലൂടെയാണ് എന്ത് നടക്കുന്നത്, സൈബർ അറ്റാക്സ് നടക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി പോകുന്ന ഉള്ള ഈ ഒരു ടോപ്പിക്ക്, അതായത് ഈ പറഞ്ഞൊരു ടോപ്പിക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് മെയിൻ ടോപ്പിക്, കോമൺ സൈബർ സെക്യൂരിറ്റി റിസ്ക് അല്ലെങ്കിൽ കോമൺ സൈബർ അറ്റാക്സ്. എന്തൊക്കെയാണ് കോമൺലി നമ്മളെ കറന്റ് മാർക്കറ്റിൽ നടക്കുന്ന സൈബർ അറ്റാക്സ് എന്തൊക്കെയാണ്, 1 by 1 നമുക്ക് നോക്കി പോവാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഓരോ പേര് കേട്ടാലും നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ടൈപ്പിലേക്ക് വരുന്നതാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഫസ്റ്റ് നോക്കാം, ഡിനയൽ ഓഫ് സർവീസ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് DOS. ഒന്നുമില്ല, സിമ്പിൾ ആണ്. എടാ ഇപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാനിത് ഒരു ഫോൺ സെയിൽ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. സോ ആർക്കാണ്, ഫോൺ വാങ്ങാൻ ആവശ്യമുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഉള്ളത്. അവർക്ക് അതിൽ ത്രൂ പർച്ചേസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഇവിടത്തേക്ക് എൻ്റെ ഓപ്പോസിഷൻ അല്ലെങ്കിൽ ആരോ ഒരാൾ, ഒരു ഹാക്കർ ആയിക്കോട്ടെ, ഒരു കോമ്പറ്റീറ്റർ ആയിക്കോട്ടെ, ഒരുപാട് പേരാ ബോട്ട്സ് എന്ന് പറയും. അതായത് ഇവർ ബോട്ട് പോലത്തെ ഡിവൈസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ഡിവൈസസിനെ ഒരേ സമയം നമ്മളെ ഡിവൈസസിലേക്ക് കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്താ, യൂസേഴ്സിന് പ്രോപ്പർലി കയറാൻ പറ്റില്ല. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. നിങ്ങൾ റിസൾട്ട് വരുന്ന ദിവസം IMEയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറാൻ നോക്കുക. അവിടെ ഭയങ്കരമായിട്ടും ഡിലേ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാൻ. എന്താണ്, അവിടെ ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ വരുന്നത് ഇതേപോലെ വേണ്ടാത്ത ബോട്ട്സോ കാര്യങ്ങളോ ഒന്നുമല്ല, അവിടുത്തെ യൂസേഴ്സ് തന്നെ ഓവർഫ്ലോ ആവുന്നതാണ്. ഓക്കെ, ഇതിന് പകരം എന്താണ്, ബോട്ട്സിനെ കുത്തിക്കയറ്റും അതിനകത്തേക്ക്, നമ്മളെ വെബ്സൈറ്റിലേക്കും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ അവിടെ ആവശ്യമുള്ള യൂസേഴ്സിന് കയറാൻ പറ്റാതെ വരും. നമ്മളെ യൂസേഴ്സ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മളെ സെയിൽ നടക്കില്ല. സോ ആ ഒരു മോട്ടീവ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ ചെയ്യുന്നത്. മനസ്സിലായോ? അവരുടെ സർവീസിന് തടസ്സം ഉണ്ടാക്കി കൊടുക്കുക, യൂസേഴ്സിന്റെ സർവീസിന് ഒരു തടസ്സം ഉണ്ടാക്കുക. അതാണ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്താ എഴുതിയേക്കാൻ നോക്കാം, ഓവർലോഡ് എ സെർവർ വിത്ത് ട്രാഫിക് സോ റിയൽ യൂസേഴ്സ് കാനോട്ട് ആക്സസ് ഇറ്റ്. അതല്ല ഞാൻ പറഞ്ഞ, യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യും. അവിടെ ഒരുപാട് ആളുകൾ ഓവർലോഡ് ആക്കും ആ ഒരു സെർവറിനെ. പിന്നെന്താ, DDoS. ഇനി ഇതിന്റെ തന്നെ എന്താണ്, ഇതേപോലെ തന്നെ ഇവരെന്താണ്, ഇൻഫെക്റ്റഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ വൈറസ് ഉള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാൽവേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ആ രീതിക്കുള്ള ബോട്ട് നെറ്റ് പോലത്തെ ഡിവൈസസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ സർവീസിനെ മുടക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് DOS എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ ചെറിയൊരു അപ്ഡേറ്റഡ് വെർഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം, നമുക്ക് ഫയർവാൾസ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഫയർവാളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫയർവാൾസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് കയറുന്ന എല്ലാത്തിനെയും ഒന്ന് ചെക്ക് ചെയ്യും. ഇതൊരു ഫയർവാളാണ്, ഇങ്ങോട്ടേക്ക് കയറണമെങ്കിൽ ഇത് കടന്നു വേണം പോകാൻ. അപ്പോൾ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം കയറ്റി വിടും. സോ യൂസേഴ്സ് അല്ലാതെ വരുന്നവരെ ഇവിടെ ബ്ലോക്ക് ചെയ്യും, യൂസേഴ്സ് മാത്രം അകത്തേക്ക് പോകും. അപ്പോൾ ഇതേപോലത്തെ ഫയർവാള്, നെറ്റ്വർക്ക് മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ DOSനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ പറ്റും. ഒരിക്കലും 0 ആക്കാൻ പറ്റുമെന്നല്ല, കാരണം ഇതിനകത്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടുപിടിക്കുന്നവരായിരിക്കും ഈ ഹാക്കേഴ്സും മറ്റുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് എന്താണ് അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്ത ടൈപ്പ് എന്താ, ശ്രദ്ധിച്ചിരുന്നോ? ബഫർ ഓവർഫ്ലോ അറ്റാക്ക്. ഒന്നുമില്ല, സോറി, ബഫർ ഓവർഫ്ലോ അറ്റാക്ക്. സിമ്പിൾ ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഒരുപാട് ആളുകളെ ഇഞ്ചക്ട് ചെയ്യും. അതായത് ഒരുപാട് യൂസേഴ്സിനെ, നമുക്ക് വേണ്ടാത്ത യൂസേഴ്സിനെ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഇട്ടു, സർവർ ലോഡാക്കി. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഡേറ്റാസ്, നമ്മളെ വെബ്സൈറ്റിനകത്ത് വേണ്ടാത്ത കുറേ ഡേറ്റ കൊണ്ടിട്ടു. നമുക്ക് എപ്പോഴും എല്ലാം എന്ത് ഫോമിൽ വേണം, സിംപ്ലിഫൈഡ് ഫോമിൽ വേണം, സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പം ഒരുപാട് ഡേറ്റാസ് വന്നു കഴിയുമ്പോൾ ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ഇതിലേതാണ് അവർക്ക് ആവശ്യമുള്ളത്, ഒരുപാട് ഇങ്ങനെ കിടക്കുക. ആ രീതിയിൽ ഡേറ്റാസിന് എന്ത് ചെയ്യുവാണ് ഇവരിവിടെ സെൻഡ് ചെയ്യുവാണ്. ഒരുപാട് ഡേറ്റാസ് ഒരേ സമയം സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ സിസ്റ്റത്തിന് ഒരുപാട് ഡേറ്റാസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ നിറയൊന്നും മാത്രമല്ല, ആ സിസ്റ്റത്തിന് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ അടിച്ചു പോവാം. അപ്പൊ അതേപോലെ ആ രീതിക്ക് ആ ഒരു മോട്ടീവ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഫർ ഓവർഫ്ലോ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരുപാട് ഡേറ്റാസ് സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യും, സിസ്റ്റത്തിന് അത് താങ്ങാൻ പറ്റില്ല, ഓവർലോഡ് ആവും, അടിച്ചു പോകും. ഇതെന്താണ്, ഇതേ പറഞ്ഞു, ക്രാഷ് ആവും. അറ്റാക്കേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിസ്റ്റം ക്രാഷ് ആയി കഴിഞ്ഞാൽ പ്രോപ്പർലി റൺ ആവുന്നില്ലെങ്കിൽ അവിടെ മലീഷ്യസ് കോഡ്, മാൽവെയർ പോലത്തെ കാര്യങ്ങൾ നമ്മളതൊക്കെ പഠിക്കും. കാര്യങ്ങളൊക്കെ അവിടത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം? നേരത്തെ പോലെ ഇങ്ങോട്ടേക്ക് വരുന്ന ഇൻപുട്ടുകളെല്ലാം ഒന്ന് വാലിഡേറ്റ് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഡേറ്റാസിനെ മാത്രം എടുക്കുക, അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യുക, റിജക്ട് ചെയ്ത് വിടുക. ഓക്കെ, ആ രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിഫൻസസ് വെച്ചാൽ മാത്രമേ ഇതേപോലത്തെ അറ്റാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത എന്താ,
മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദ മിഡിൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഇപ്പൊ രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടുന്നും ഇവിടുന്ന് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളെ വിചാരം എന്താ, ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ ഇതിന്റെ നടുക്ക് ഒരാളുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമോ? ചിലപ്പോൾ ഉണ്ടെങ്കിലോ, ഈ ഒരാൾ ത്രൂ ആയിരിക്കും ആക്സസ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് പോകുന്നത്. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതേപോലത്തെ മെസ്സേജ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ സിസ്റ്റവും മറ്റുമൊക്കെ ഹാക്ക് ചെയ്തിട്ട് അതിനിടയിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരാൾ നിന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അയാൾക്ക് നമ്മളെ മെസ്സേജസും നമ്മളെ പ്രൈവറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. സോ ആ രീതിയിൽ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? മാൻ ഇൻ ദ മിഡിൽ. അറ്റാക്കർ സീക്രട്ട്ലി ഇന്റർസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു നെറ്റ്വർക്ക്. നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഒരു തടസ്സമായിട്ട് കയറി വരും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഡേറ്റാസ് ഒക്കെ വായിച്ചുകൊണ്ട് പോകും. അപ്പം അൺഎൻക്രിപ്റ്റഡ് ഡേറ്റ ആണെങ്കിൽ മാത്രമേ അവർക്ക് വായിക്കാൻ പറ്റൂ. അപ്പം എൻക്രിപ്റ്റഡ് ഡേറ്റ എന്താണ്? നമ്മൾ പഠിക്കും. എൻക്രിപ്ഷൻ നമ്മൾ പഠിക്കാനുള്ളതാണ്. ആ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻക്രിപ്റ്റഡ് എന്താണ്, എൻക്രിപ്റ്റഡ് ഡേറ്റ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ഇതിന്റെ കുറച്ച് ടൈപ്പ് കൂടി പഠിക്കാനുണ്ട്. ഐ തിങ്ക് നമുക്കൊരു വീഡിയോ കൂടി ആക്കാം. 2 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ആരും സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.